മാത്രം വേറെ സാഹചര്യത്തുകാരും മാറ്റേണ്ടി വന്നു. പക്ഷെ അത് ഒഴിച്ചിട്ട് ബാക്കി എല്ലാവരും ഇതുവരെ ഈ കഴിഞ്ഞ 5 വർഷക്കാലം BJPക്ക് വമ്പിച്ച് ഭൂരിപക്ഷമുള്ള പാർലമെന്റ് അകത്ത് കൂടി ധൈര്യത്തോടെയും ആത്മാർത്ഥതയോടെയും പ്രവർത്തിച്ച കോൺഗ്രസ് MP-മാരെയാണ് നമ്മൾ തുടരുന്നത്. അപ്പൊ എന്തുകൊണ്ട് അദ്ദേഹത്തെ മാറ്റണം? നിങ്ങൾ അതും ആലോചിക്കണം. ഞങ്ങളുടെ ലോജിക്ക് എന്താണ്? എന്തായാലും വർക്കിംഗ് കമ്മിറ്റി മീറ്റിംഗ് ഒന്ന് 19-ാം തീയതി ഉണ്ട്. അതിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല. എന്റെ സ്വന്തം പാർലമെന്റ് കൺവെൻഷൻ ആ ദിവസമാണ് ഇവിടെ. പക്ഷേ എനിക്ക് ആ ദിവസത്തിന്റെ തീരുമാനങ്ങളെല്ലാം പ്രഖ്യാപനം വന്ന ശേഷം നമ്മൾ വീണ്ടും സംസാരിക്കാൻ ഈ വിഷയത്തെ കുറിച്ച് വേറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ എന്റെ പ്രവർത്തനമോ എന്റെ എതിര് പറയുന്ന കാര്യങ്ങളോ അതോ എനിക്ക് വേണ്ടി അതിനെ കുറിച്ച് ചോദിക്കാനുണ്ടെങ്കിൽ അതിനാണ് ശരിക്കും ഇന്ന് നമ്മൾ ഇരിക്കുന്നത്. ബാക്കി ദേശീയ വിഷയങ്ങൾ ചില തീരുമാനങ്ങൾ പ്രഖ്യാപിച്ച ശേഷം നമുക്ക് വീണ്ടും സംസാരിക്കാൻ അവസരമാണ്. My main poll issue is absolutely clear. 15 fulfilling years of service and a clean record for 15 years. No one can point to any wrongdoing or failure or inattention on my part. The BJP is desperately trying to put out videos saying we've never seen this guy. ഇയാളെ നമ്മൾ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നത് ഇത് അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ്. അതുപോലെ പൂന്തുറയിൽ ഇലക്ഷൻ ജയിച്ച ശേഷം വന്നിട്ടില്ല. പൂന്തുറ സൈക്ലോൺ നോക്കി നടക്കുന്ന രാവിലെ ഞാനും ശ്രീ ഉമ്മൻചാണ്ടിയും പാരിഷ് ഹാളിൽ ഇരുന്നിട്ടാണ് ആ സൈക്ലോണിനെ നേരിടാൻ ഇറങ്ങിയത്. എന്റെ ഫോണിലാണ് മന്ത്രി ഗഡ്കറി, നേവൽ കമാൻഡർ മന്ത്രി സീതാരാമൻ ഒക്കെ വിളിച്ചിട്ട് സഹായം ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികളുടെ സമുദ്രത്തിൽ പെട്ടവരെ നമ്മൾ ചെയ്തത്. ഞാൻ രാവിലെ 9:00 എത്തിയ ശേഷം രാത്രി വരെ പൂന്തുറ പാരിഷ് ഹാളിൽ ഇരുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ പറയുന്നത്. ഇയാളെ കണ്ടില്ല എന്ന് പറയുമ്പോൾ എന്തൊരു അന്യായമാണ്. ഇതൊക്കെ അർത്ഥമില്ലാത്ത ആരോപണങ്ങൾ. നിങ്ങൾക്ക് അറിയണം, ഞാൻ അത് ചെയ്തത് മാത്രമല്ല, ഓഖി ദുരന്തത്തിൽ നഷ്ടപ്പെട്ട എല്ലാ വീടും നമ്മുടെ തീരദേശത്തിൽ മുഴുവൻ അത് ബോട്ട് നഷ്ടപ്പെട്ടു, വ്യക്തികളുടെ ജീവൻ നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു. ഞാൻ എല്ലാ വീട്ടിലും കയറി ഇറങ്ങി ആശ്വാസം പറഞ്ഞിട്ട് ഞാൻ പോയി ഡൽഹിയിൽ ബാധിച്ചിട്ടുണ്ട്. നമ്മുടെ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന കോമ്പൻസേഷൻ പോരാണ്. അത് തിരുമേനി സൂസപ്പാക്കിയതിനൊപ്പം ഞാനും അദ്ദേഹം ചർച്ച ചെയ്തിട്ട് അവിടെ പോയി സംസാരിച്ച് കൂടുതൽ ഫണ്ട് മേടിച്ചിട്ട് വന്നിട്ടാണ് അദ്ദേഹത്തിനൊപ്പം ഈ മെഴുകുതിരി പൊസഷനിൽ ഇറങ്ങിയത് നമ്മളുടെ രക്തസാക്ഷി മണ്ഡപം വരെ. ഇതെല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഇവരുടെ നുണ കേൾക്കാനോ അതിന് മറുപടി കൊടുക്കാൻ കൂടി ആവശ്യമില്ല. പക്ഷെ ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും ഞാൻ ജനങ്ങളൊപ്പം നിന്നിട്ടുണ്ടെന്ന് ആദ്യത്തെ പ്രചരണ പോയിന്റാണ്. രണ്ടാമത്തത് എല്ലാ ഡീറ്റെയിലും ജനങ്ങൾ വായിച്ചോട്ടെ, വല്ല സംശയം കണ്ടോട്ടെ. എന്തിനാണ് ഞാൻ കെടുത്തെടുക്കുന്നത്? മൂന്നാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ രാഷ്ട്രീയ നിലപാട്. നമ്മളൊരു പ്രതിനിധി അയക്കുന്നത് MP ഫണ്ട് 1 വർഷം 5 കോടി ഉള്ളൂ. അത് 7 നിയോജക മണ്ഡലത്തിൽ വിതരണം ചെയ്യണം. നേരെ കുറച്ച് കേരളത്തിലെ ഒരു MLA തന്നെ ഓരോരോ നിയോജക മണ്ഡലത്തിൽ 6 കോടിയുണ്ട്. അപ്പോൾ MP പറഞ്ഞാൽ ഫണ്ടും ആ വികസനം ചെയ്യുന്ന പ്രവർത്തനം ഒരു ചെറിയ ഭാഗമാണ് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം. അതിന്റെ കൂടുതൽ ഉത്തരവാദിത്വം എന്താണ്? ഡൽഹി പോയി മന്ത്രാലയങ്ങളെ സ്വാധീനിക്കാൻ. അത് റെയിൽവേ മന്ത്രാലയമായ ശരി, അല്ലെങ്കിൽ വികസന റൂറൽ ഡെവലപ്മെന്റ് അർബൻ ഡെവലപ്മെന്റ് മിനിസ്ട്രീസ് ആയ ശരി, ഹൈവേ മിനിസ്ട്രി ആയ ശരി, ഇവിടുത്തെ മന്ത്രിമാരോടൊപ്പം ഒക്കെ സ്ഥാപിക്കാനും ബന്ധം സ്ഥാപിക്കാനും ഉദ്യോഗസ്ഥന്മാരെ കണ്ട് പരിചയമോട് സംസാരിക്കാനും കേരളത്തിന്റെ പ്രത്യേകിച്ച് നമ്മുടെ സ്വന്തം മണ്ഡലത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ 15 വർഷം കഴിവാണ്. എന്തുകൊണ്ടാണ് സെൻട്രൽ റോഡ് ഫണ്ടിന് ഇത്ര റോഡുകൾ വന്നിരിക്കുന്നത്? കേരള സർക്കാർ ഈ റോഡ് അയച്ചു കൊടുത്തിട്ടില്ല. അവര് 55 റോഡുകൾ ലിസ്റ്റ് അയച്ചു കൊടുത്തു. അവിടെ 7 or 8 റോഡ് കേരളത്തിൽ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും തിരുവനന്തപുരത്ത് റോഡ് ഉണ്ടാകുന്ന കാരണം ഞാൻ ആവശ്യപ്പെട്ടു. എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ, ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ അറിയും. അങ്ങനെ ഒരു പ്രവർത്തനം ചെയ്ത ശേഷമാണ് ഞാൻ വികസനത്തിന്റെ പേരിൽ വരുന്നത്. പ്ലസ് ഞാൻ പറഞ്ഞ രാഷ്ട്രീയ നിലപാട്, ഞാൻ എന്റെ ഒരു ശബ്ദം ഭാരതം മുഴുവനും ലോകം മുഴുവൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഇത് വലിയൊരു ഇമ്മോഡസ്റ്റിയോട് പറയല്ല, പക്ഷെ എല്ലാവർക്കും ആരാണ് തിരുവനന്തപുരത്ത് MP എന്ന് ജനങ്ങൾക്ക് രാഷ്ട്രീയം അറിയുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. അത് മാത്രമല്ല എന്തായാലും നിലപാടും അറിയാം. കാരണം ഞാൻ എല്ലാവരെയും പാർലമെന്റ് അകത്തും പാർലമെന്റ് വെളിയിലും സംസാരിച്ച് നടക്കുന്ന ഒരു വ്യക്തിയായ കാരണം എനിക്കിതിൽ വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ യു ആസ്ക്ഡ് ഇൻ ഇംഗ്ലീഷ് മറുപടി വേണമെങ്കിൽ പിന്നെ നമ്മൾ ക്യാമറയിൽ പറയാം. പക്ഷെ ഞാൻ ഈ കാര്യത്തിൽ ജനങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഈ കാര്യത്തിൽ ഞാൻ എന്താണെന്ന് ആൾക്കാർക്ക് ചോദിക്കാൻ ഒരു ആവശ്യമില്ല. 15 വർഷം കണ്ട ആളെന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു പ്രവർത്തനം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഇനിയും സേവനം ചെയ്യാൻ തയ്യാറാണ്. ഞാൻ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ഒരിക്കലും മനസ്സിലാക്കി എനിക്ക് ഈ ജോലി ചെയ്തിട്ട് ഒരു ഗുണമില്ല ജനങ്ങൾക്ക് എന്നാണ്. ഞാൻ തന്നെ മാറി നിൽക്കും. എനിക്ക് സത്യം പറയണമെങ്കിൽ ജോലി ആവശ്യമില്ല. ഞാനൊരു 29 വർഷത്തിന്റെ കരിയർ കഴിഞ്ഞിട്ടാണ് രാഷ്ട്രീയത്തിൽ വന്നത്. അതുകൂടി പാർട്ടി ആവശ്യപ്പെട്ടിട്ട് സോണിയാഗാന്ധിജിയും മൻമോഹൻ സിംഗിയും രണ്ടാളും നിങ്ങൾ വന്ന് മത്സരിക്കാൻ തയ്യാറാണ്. നിങ്ങളെ രാജ്യസഭയിൽ ഇരുത്താൻ വിചാരിച്ച സീറ്റില്ല, നിങ്ങൾ മത്സരിക്കുക. ഞാൻ പറഞ്ഞു ഉറപ്പമായിട്ട് മത്സരിക്കാം. ആ ധൈര്യം ഞാൻ പറഞ്ഞു. എന്തായാലും ഞാൻ രാഷ്ട്രീയത്തിൽ വരികയാണെങ്കിൽ ഒരു ജനപ്രതിനിധി ആവാനാണ് എന്റെ ആഗ്രഹം. വെറുതെ രാജ്യസഭയിൽ ഇരുന്നിട്ട് പ്രഭാഷണം ചെയ്യാൻ, അത് എനിക്ക് എവിടെയും പ്രഭാഷണം ചെയ്യാൻ എനിക്ക് വേദികളുടെ ഒരു ഷോർട്ടേജ് ഇല്ല.
അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ജനപ്രതിനിധിയായിട്ട് തന്നെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പുതിയൊരു പ്രൊഫഷൻ ആരംഭിക്കുന്നു. അതിന്റെ ഒരു തെളിവാണ് 3 തവണ ജനങ്ങൾ എനിക്ക് വിശ്വാസം അവർ നൽകി. അപ്പൊ ഈ ഇതിന് പറയുന്നത് ഇയാൾ ഒന്നും ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല, പറഞ്ഞ ശരിക്കും അപമാനം വോട്ടേഴ്സിനാണ്. ആ വോട്ടേഴ്സ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നെ 3 തവണ കൊണ്ടുവന്നത്? ഞാൻ വെറുതെ ചെയ്തിട്ടില്ലെങ്കിൽ വെറുതെ വോട്ട് ചെയ്തു എന്താ ഒരു മണ്ടന്മാരാണോ ഒരു കാര്യം അല്ലല്ലോ. അപ്പൊ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അധികം ജയിച്ചത് മനസ്സിലാക്കും. അതുകൊണ്ടാണ് ഞാൻ ധൈര്യത്തോടും ആത്മവിശ്വാസത്തോടെയും ഈ 4ത്തെ തവണയും കൊണ്ട് നിൽക്കുന്നത്. വികസനത്തിനൊപ്പം നിലപാട് കൂടി പറഞ്ഞ വോട്ട് തരിക എന്ന് പറഞ്ഞല്ലോ. ഈ ഹമാസ് വിരുദ്ധ പ്രസ്താവന, താങ്കളുടെ പ്രസ്താവന, അതിട്ടാണ് തിരുവനന്തപുരത്തെ മുസ്ലിം ന്യൂനപക്ഷ മേഖലകളിൽ ഭൂരിപക്ഷ മേഖലയിൽ ഏതെങ്കിലും തരത്തിൽ ചെറുതാക്കാവുന്ന ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചു കഴിഞ്ഞ കാര്യമാണ്. അത് മാത്രമല്ല, നമ്മുടെ മുസ്ലിം ലീഗിന്റെ പോലും ഒരു തെറ്റിദ്ധാരണയില്ല. ഞാൻ അതിനു വേണ്ടി സംസാരിച്ചു. എന്റെ 99% എന്റെ പ്രഭാഷണം എന്തായിരുന്നു? ഇസ്രായേൽ ചെയ്യുന്ന അന്താരാഷ്ട്ര ഹ്യൂമാനിറ്റേറിയൻ ലോയിന്റെ വിരുദ്ധമായ ചില കാര്യങ്ങളും ജനീവ കൺവെൻഷൻസ്, യുദ്ധത്തിനെ നയിക്കുന്ന ജനീവ കൺവെൻഷൻ ലംഘനമായ ചില കാര്യങ്ങളും ഇത് ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് അന്യായമാണ്, നിർത്തണമെന്ന് യുദ്ധം 12-15 ദിവസം പഴകിയ സമയത്ത് ഞാൻ പറഞ്ഞതാണ്. ഇപ്പോൾ 6 മാസമായി. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ കാര്യത്തിൽ എന്റെ സ്റ്റാൻഡ് കൺസിസ്റ്റന്റ് ആണ്. ഞാൻ ഒരു വർഗീയ വിഷയത്തിൽ ഒരിക്കലും ഇറങ്ങിയിട്ടില്ല. അത് മാത്രമല്ല, ഞാൻ ഒരു വർഗീയ പ്രീണനം ഒരിക്കലും ചെയ്തിട്ടില്ല. എന്റെ സ്റ്റാൻഡ് പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്താണ്. ഒരിക്കലും മറക്കരുത്, ഞാൻ ഐക്യരാഷ്ട്ര സഭയിൽ 30 വർഷം മുമ്പ് 29 വർഷം പ്രവർത്തിച്ചു എന്ന് മാത്രമല്ല, ഞാൻ നമ്മുടെ സർക്കാരിന് വേണ്ടിയിട്ടും 1 വർഷക്കാലം വിദേശകാര്യ മന്ത്രാലയത്തിൽ നമ്മുടെ സ്റ്റാൻഡ്, നമ്മുടെ കോൺഗ്രസ് ഭരിക്കുന്നുണ്ടായിരുന്ന ഭാരതീയ സ്റ്റാൻഡ് എനിക്കറിയാം. അത് കഴിഞ്ഞിട്ട് ഞാൻ വിദേശകാര്യ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് 5 വർഷം പ്രവർത്തിച്ചൊരു വ്യക്തിയാണ്. അപ്പൊ എനിക്ക് നമ്മുടെ വിദേശകാര്യത്തെക്കുറിച്ച്, നമ്മുടെ ഓരോരോ നിലപാടിനെ കുറിച്ച് എന്നേക്കാൾ കൂടുതൽ അറിയുന്ന കൂടുതൽ ആൾക്കാർ നമ്മുടെ രാഷ്ട്രീയത്തിൽ കാണുന്നില്ല. അത് ഞാൻ എടുത്ത സ്റ്റാൻഡ് എനിക്ക് ഒരു സംശയവുമില്ല. ഇതാണ് ഭാരതത്തിന്റെ സ്റ്റാൻഡ്. നമ്മൾ ഭരിക്കുമ്പോഴും വേറെ ഭരിക്കാൻ ആര് ഭരിച്ചാലും ഇതാണ് ഭാരതത്തിന്റെ സ്റ്റാൻഡ്. ഞാൻ ഇതുവരെ ഒരു വാക്ക് പിൻവലിക്കാൻ എനിക്ക് ഒരു ആവശ്യം കണ്ടിട്ടില്ല. ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല, ചെയ്യാൻ പോകുന്നില്ല. കേരളത്തിലെ 5 BJP സ്ഥാനാർത്ഥികൾ സമർത്ഥരാണെന്നാണ് LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞത്. അതിൽ ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് താങ്കളുടെ ഒരു എതിരാളിയും കൂടെയാണ്. EP ജയരാജന്റെ പ്രസ്ഥാനം താങ്കൾ എങ്ങനെ കാണും? അതുകൊണ്ട് ഞാൻ വേറെ ആൾക്കാരെ പ്രസ്ഥാനത്തെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നതിന് എന്റെ വാക്കുകളല്ല, എന്റെ ചിന്തയല്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ രാജീവ് ചന്ദ്രശേഖരൻ അറിയുന്നത് തന്നെ ഒരു ബിസിനസ്സുകാരനായിട്ടാണ്. അദ്ദേഹം ശരിക്കും പറയുകയാണെങ്കിൽ ഈ സർക്കാരിൽ ഞാൻ ഇന്നാള് എന്റെ പാർലമെന്റിനകത്ത് ബഡ്ജറ്റ് സ്പീച്ചിന്റെ അവസാനത്തെ സ്പീച്ചായിരുന്നു ഈ തവണ, ഈ വർഷത്തിന്റെ, ഈ പാർലമെന്റിന്റെ. ഞാൻ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചിട്ട് ആർക്കും തർക്കം ചെയ്യാൻ സാധിക്കില്ല. ഈ മോദി സർക്കാരിന് 10 വർഷക്കാലം നമ്മുടെ ഭാരതത്തിന്റെ ടോപ്പ് 20%, 20% വ്യക്തികളുടെ സ്വത്ത് മാത്രമേ കൂടിയിട്ടുള്ളൂ. 80% ജനങ്ങളുടെ സ്വത്തും വരുമാനം ചുരുങ്ങിയിട്ടുണ്ട് എന്നാണ് സത്യം. മനസ്സിലായില്ലേ? ഇതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. അത് ഈ മോദി ഗ്യാരണ്ടി ആർക്കാണ് ഗുണം ചെയ്തിരിക്കുന്നത്? സമരക്കാർക്ക് മാത്രം. സാധാരണക്കാർക്ക് ഒരു ഗ്യാരണ്ടിയും ഉണ്ടായിട്ടില്ല. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും മാത്രമാണ് അതിന് ഗ്യാരണ്ടി. ന്യൂനപക്ഷികൾക്ക് ഒരു ഗ്യാരണ്ടിയും ഉണ്ടായിട്ടില്ല. ഉദാഹരണമാണെങ്കിൽ മണിപ്പൂരിൽ നോക്കൂ, 230 ചർച്ചുകൾ പൊളിഞ്ഞു കിടക്കണം. ന്യൂനപക്ഷികൾക്ക് ഒരു കാര്യം, മുസ്ലിംസോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. അവർക്ക് അറിയാം എല്ലാ ദിവസവും അവരെന്തൊക്കെയാണ് കേൾക്കുന്നത്, ഈ ഭരിക്കുന്ന പാർട്ടിയുടെ വായുകൾ. അപ്പൊ ആർക്കാണ് ഈ ഗ്യാരണ്ടി? ഈ 20%. ആ 20% കൂടി ഒരു പക്ഷെ കൂടുതൽ എണ്ണമായിരിക്കും. ഇതാണ് ഞാൻ വായിച്ച് മനസ്സിലാക്കിയത്. പക്ഷെ അതിലത്തെ ഒരു എലീറ്റ് ക്ലാസ് ഉള്ള ബിസിനസ്സുകാരാണ് പഴിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് BJPക്ക് വേണ്ടി നിൽക്കുന്നതിൽ വലിയ അതിശയമുണ്ടോ? അവരൊക്കെയല്ലേ ഈ സർക്കാർ ഗുണം ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് തിരുവനന്തപുരത്തുള്ള മത്സരത്തില് മറ്റേത് ഈ 5 സ്ഥാനാർത്ഥികൾ ഇറങ്ങണം. അവിടെ നമ്മൾ എല്ലാവരും ചോദിക്കണം, നിങ്ങൾ ഈ സ്ഥലത്തിന് വേണ്ടി എന്താ ചെയ്തിരിക്കുന്നത്? ഇദ്ദേഹം ഉദാഹരണം നോക്കുകയാണെങ്കിൽ 2.5 വർഷമായിട്ട് IT മിനിസ്റ്റർ. ITക്ക് വല്ല കാര്യങ്ങളും കേരളത്തിനോ തിരുവനന്തപുരത്ത് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഒരൊറ്റ ഉദാഹരണമുണ്ടോ? സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ഒരാഴ്ച ശേഷം അദ്ദേഹം 10 AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സെന്റർ കൊണ്ടുവരാതെ പറഞ്ഞു. അത് നോക്കിക്കോളൂ. അതിനൊപ്പം അദ്ദേഹം സ്കിൽ ഡെവലപ്മെന്റിന്റെ മന്ത്രിയാണ്. സ്കിൽ ഡെവലപ്മെന്റ് നമുക്ക് എല്ലാവരും അത്യാവശ്യമാണെന്ന് ഞാൻ തന്നെ ആവശ്യപ്പെട്ടതാണ്. ഞാൻ സർക്കാരിൽ പ്രവർത്തിക്കുമ്പോൾ അത് വിട്ട ശേഷം ഞങ്ങളൊരു സ്റ്റഡി ചെയ്തപ്പോൾ 2.3% മാത്രമേ ഭാരതത്തിന്റെ ലേബർ ഫോഴ്സ് സ്കിൽഡ് ആയിട്ട് കാണുന്നുള്ളൂ ലോക സ്റ്റാൻഡേർഡ്സ് പ്രകാരം. 10 വർഷം മോദി സർക്കാർ കഴിഞ്ഞിട്ട് ആ 2.3% എത്ര എത്തിയറിയോ? 2.4%. 0.1% പുരോഗതി സ്കിൽ ഡെവലപ്മെന്റ്. എന്തിന്റെ അടിസ്ഥാനത്താണ് ഇവർ വോട്ട് വയ്ക്കുമ്പോൾ? ആർക്കാണ് ഇവരുടെ ഗ്യാരണ്ടി?
ആരെ സഹായിക്കാനാണ് ഈ സർക്കാർ ഭരിക്കുന്നത്? ഇതെല്ലാം നമ്മൾ ചോദിക്കണ്ടേ? അതാണ് ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കുന്നത്. പിന്നെ ഇടതുപക്ഷത്ത് നിന്ന് ഉയരുന്ന ഒരു ആരോപണം, കോൺഗ്രസിന്റെ എംപിമാർ ജയിച്ചാൽ അവരെ എങ്ങനെ വിശ്വസിക്കും? അവരെല്ലാം BJP-യിലേക്ക് പോകുകയല്ലേ എന്നുള്ളതാണ്. ഞങ്ങളുടെ ഏത് MP ആണ് BJP-ക്ക് പോയിരിക്കുന്നത് ഈ 10 വർഷക്കാലം ചൂണ്ടിക്കാണിക്കും? പാർലമെന്റിന്റെ ഒരു മലയാളി MP സ്ഥലമിട്ടിട്ടുണ്ട് ഇതുവരെ. ഇതൊക്കെ അടിസ്ഥാനമില്ലാത്ത ഈ ലെഫ്റ്റുകാർക്ക് വേറെ കാര്യമില്ലെന്ന് എനിക്ക് ദുഃഖം തോന്നുന്നു. കാരണം പറയുന്നതൊക്കെ ഇന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞു CAA കോൺഗ്രസ് ശബ്ദമായിട്ടില്ല. ഞാനാണ് ആദ്യം ആ ബില്ലിന്റെ ഇൻട്രൊഡക്ഷനെ ഒപ്പോസ് ചെയ്തത്. അതെന്റെ ഒരു അവകാശമായിട്ട് ഞാൻ എഴുതി കൊടുത്തത്. ഞാൻ സംസാരിച്ചു ബില്ലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല, കാരണം ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന ലംഘനമാണ് പറഞ്ഞ് ഞാൻ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ആ ഡിബേറ്റ് വന്നപ്പോൾ ഞാനാണ് തർക്കിച്ച്. അത് കഴിഞ്ഞ് അമിത്ഷാ സംസാരിക്കുമ്പോൾ എന്നെ ഒരു തർക്കം നടത്തി. ഇതെല്ലാം സംഭവിച്ച ശേഷം കോൺഗ്രസ്സുകാർ അവിടെ ഉണ്ടായിരുന്നില്ല. അവരുടെ അധ്യക്ഷന്റെ ഒപ്പം ലഞ്ച് കഴിക്കുന്നു മുഖ്യമന്ത്രിക്ക് പറയാൻ ആരാണ് ഇതൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കണം? ഇതിന്റെ തെളിവൊക്കെ യൂട്യൂബിൽ പോയി കാണട്ടെ. ഇതാണ് ഈ ലെഫ്റ്റുകാര് ശരിക്കും ഞാൻ പറയട്ടെ, ഈ കാര്യത്തിലൊക്കെ അനാവശ്യമായിട്ട് കോൺഗ്രസിന്റെ വോട്ട് ചുരുക്കുമ്പോൾ അത് ഒരൊറ്റ പാർട്ടിക്ക് ഗുണം ചെയ്തു, അത് BJP-ക്ക് മാത്രമാണ്. അത് നിങ്ങൾക്ക് അറിയണം. ലെഫ്റ്റുകാർക്ക് അറിയാം അവർക്ക് ഡൽഹിയിൽ എത്തിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനില്ല. നമുക്ക് മോദി സർക്കാരിന്റെ ആദ്യത്തെ ടേമില് എത്ര ലെഫ്റ്റ് MP വരുന്നു? 5 or 6 ഉണ്ടായിരുന്നു. അവർ എന്താ ചെയ്ത്, എന്ത് എഫക്ട് ഉണ്ടായിരുന്നു, ആരാന്റെ അഭിപ്രായം കേട്ടത്, ഏതായിരുന്നു അവരുടെ പ്രഭാഷണങ്ങൾ, പ്രധാനപ്പെട്ട പ്രഭാഷണം, നിങ്ങളൊക്കെ നോക്കിക്കോളൂ. ഇത് എന്നോട് ചോദിക്കാൻ ആവശ്യമില്ല. നിങ്ങൾക്ക് എന്നെ ഒരു അസസ്മെന്റ്, ഒരു വിലയിരുത്തൽ നടത്തിക്കൂടെ? നിങ്ങളൊന്നും ചെയ്യുന്നില്ല. അതിന് പറഞ്ഞ വാക്കുകളിലെ കേട്ട് നടന്നത് അതിനെ ഡൽഹിക്ക് അയക്കുന്നത് വെറും ഒരു വേസ്റ്റ് ആണെന്ന് ഞാൻ മര്യാദയോടെ പറയാം. അവർക്ക് ഇവിടെ ഞങ്ങളെതിരെ മത്സരിക്കാൻ പൂർണ്ണ അവകാശമുണ്ട്. നിങ്ങൾക്ക് അവരെതിരെ മത്സരിക്കാൻ സാധിക്കും. പക്ഷേ ഡൽഹിയിലൊരു ദേശീയ പാർട്ടിയായിട്ട് കോൺഗ്രസ് നിൽക്കുമ്പോൾ മോദി സർക്കാരിന് എതിരെ ധൈര്യത്തോടെ നമ്മളെ ഓരോരോ വിഷയത്തിൽ നമ്മൾ മോദി സർക്കാരിനെ എതിരിക്കുമ്പോൾ മോദി സർക്കാരിന് എതിരായി സംസാരിക്കുന്ന LDF സർക്കാർ എന്തിനാണ് ഞങ്ങളെതിരെ കുറിച്ച് നുണ പറയുന്നത്? ശരി, അവർക്ക് അവര് കഴിവിനെ കുറിച്ച് സംസാരിച്ചോട്ടെ, അതൊരു വിരോധമില്ല. മുഖ്യമന്ത്രി പറഞ്ഞത് CA വിഷയത്തിൽ ലോക്സഭയിൽ പ്രതികരിച്ചത് ആരിഫ് മാത്രമാണെന്നാണ് മുഖ്യമന്ത്രി. അതല്ലേ ഞാൻ ചൂണ്ടിക്കാൻ, നിങ്ങൾ ഒരു വെറും ഗൂഗിളിൽ കയറിയാൽ മതി, വേറെ ഒന്നും ആവശ്യമില്ല. CA ഡിബേറ്റ് കരൂർ കോൺഗ്രസ് എല്ലാം കിട്ടും, യൂട്യൂബും കിട്ടും, കിട്ടും. ഇതാണ് സത്യം. അതാണ് ഞാൻ ചോദിച്ചത്. ആരാണ് മുഖ്യമന്ത്രിയുടെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കണത്? അദ്ദേഹത്തെ ഒരു ഹോംവർക്ക് ചെയ്യാൻ ആവില്ല. സത്യം പറയുകയാണെങ്കിൽ ഒരു കുറച്ചൊരു എലിമെന്ററി റിസർച്ച് ചെയ്തിട്ടില്ല സംസാരിക്കുമ്പോൾ. നമ്മുടെ മുഖ്യമന്ത്രി അല്ലേ നമ്മൾ എല്ലാ സ്ഥാനത്തിന് ബഹുമാനിക്കേണ്ടത്. മുഖ്യമന്ത്രി പറഞ്ഞത് പാർലമെന്റിൽ അങ്ങയുടെ പെർഫോമൻസ് മാത്രമല്ല പറഞ്ഞത്. അതായത് ഇപ്പൊ ഈ വിജ്ഞാപനം വന്നിട്ട് ദിവസങ്ങളായി, അതിനുശേഷം കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഔദ്യോഗികമായ ഒരു നിലപാട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഗാർഗ തന്നെ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പരസ്പരവിരുദ്ധമായി പറഞ്ഞു. ഒപ്പം തന്നെ ഈ പാർലമെന്റ് കാര്യമാണ് ഞാൻ കേട്ടത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് കോൺഗ്രസിനോട്. ആ ചോദ്യങ്ങൾ പറയുന്നത് ന്യായയാത്ര നടക്കുകയാണല്ലോ, ന്യായയാത്രയിൽ പോലും ഈ നിലപാട് വ്യക്തമാക്കുന്നില്ല, രാഹുൽ ഗാന്ധി നിലപാട് വ്യക്തമാക്കുന്നില്ല. ഈ കഴിഞ്ഞ ഈ വിഷയം 2019 വിഷയം വന്നപ്പോൾ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിച്ചില്ല? ഇങ്ങനെയുള്ള അക്കമിട്ട് ചില ചോദ്യങ്ങൾ മുഖ്യമന്ത്രി ചോദിക്കുന്നു. ഞാൻ ചോദ്യം കാണാത്തതിന് മറുപടി പറയുന്നില്ല. ഞാനിവിടെ ഓടി നടക്കുകയാണ് പ്രചരണം ചെയ്തിട്ട്. അതുകൊണ്ട് എനിക്ക് ഈ മുഖ്യമന്ത്രി പറയുന്ന എല്ലാ വാക്കുകളും കേൾക്കാൻ സാധിച്ചു. എന്നെ കുറിച്ച് പലതും ഞാൻ കേട്ടു, അതുകൊണ്ട് ഞാൻ മറുപടി പറയുന്നു. പക്ഷേ ഇതൊക്കെ ഞാൻ പഠിച്ചു പറയാനും നമ്മുടെ പാർട്ടിയുടെ വാർത്താവ് ഉണ്ടാവാൻ മറുപടി കൊടുക്കാൻ ഞാൻ എല്ലാത്തിനും ഇവിടെ LDF സർക്കാർ നടക്കാനത് നടക്കും. നമുക്കറിയാം ഈ ശരിക്ക് ഭാരതത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് LDF-നെ കുറിച്ചല്ല. അവര് സത്യം പറയുകയാണെങ്കിൽ they are irrelevant to this election. ഇത് BJP എതിരിക്കുന്ന പാർട്ടികളുടെ ഇടയിലാണ്. ആരാണ് ഈ ഭാരതം നയിക്കാൻ പോണ? ആരാണ് ഈ ഭാരതത്തിന്റെ ഏത് സങ്കല്പമാണ് ഈ തവണ വിജയിക്കാൻ പോണ? ഒരു മതം, ഒരു ജാതി, ഒരു പാർട്ടി, ഒരു നേതാവ്, ഒരു ഭാഷ, അങ്ങനെയുള്ള വിശ്വാസമുള്ള ഒരു സങ്കല്പമാണോ വേണ്ടത്? അതോ ഭാരതത്തിന്റെ ബഹുസ്വരത, എല്ലാ മതം, എല്ലാ ജാതി, എല്ലാ ഭാഷ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോയി? ഇതാണ് പ്രധാനപ്പെട്ട വിഷയം. ബാക്കിയെല്ലാം അതിനൊപ്പം നമ്മൾ എല്ലാം ചൂണ്ടിക്കാണിക്കുക, വിലക്കയറ്റം ചൂണ്ടിക്കാണിക്കുക, തൊഴിലില്ലായ്മ ചൂണ്ടിക്കാണിക്കുക, ന്യായത്തിന്റെ ആവശ്യം ചൂണ്ടിക്കാണിക്കുക, ഒക്കെ ചെയ്യാം. അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ സെൻട്രൽ ഇഷ്യൂവില് എന്താണ് ലെഫ്റ്റിൽ നിന്ന് ചെയ്യാനുള്ളത്? അവർക്ക് എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ള വിഷയത്തിൽ തമിഴ്നാട് ചെയ്ത പോലെ നമ്മളെ പിന്തുണ വന്നിട്ട് BJP-യെ തടുക്കാനുള്ള ആ പ്രാധാന്യം മനസ്സിലാക്കിയതാണ് പ്രവർത്തിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കേന്ദ്ര സർക്കാരിന്റെ മാത്രം വിലയിരുത്തലായിരിക്കുമോ? ലോക്സഭ അതല്ലേ? ലോക്സഭ എന്താണ് സംസ്ഥാന സർക്കാർ തീരുമാനിക്കാൻ ഉണ്ടോ? അത് മാത്രമല്ല, ഇപ്പോൾ 1 നേഷൻ 1 ഇലക്ഷൻ പറഞ്ഞിട്ട് അവര് ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ ഉദ്ദേശം എന്താണ്? സംസ്ഥാന സർക്കാരിന്റെ
ടേമിനെ നിർത്തിയിട്ട് നേരത്തെ ഇലക്ഷൻ ചെയ്യാനാണ് എല്ലാ ദിവസവും എല്ലാവരെയും ഇലക്ഷൻ ഒരുമിച്ച് വരാനായുള്ള റിപ്പോർട്ട് ശ്രീ രാംനാഥ് കോവിന്ദ് കമ്മിറ്റി ഇറക്കിയിട്ടുണ്ട്. അവർ ഈ രാജ്യത്തിന്റെ മുഖചരിത്രം മാറ്റാൻ ശ്രമിക്കാനും ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ വളർന്ന ഭാരതമായിരിക്കില്ല അവർ ഇനിയൊരു തവണ കൂടി ജയിച്ചു കഴിഞ്ഞാൽ. അതിന്റെ ഗൗരവം ഒന്നും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ എന്തിനാണ് ജനങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത്? കേരളത്തിലെ സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലുണ്ടാവും. സംസ്ഥാന സർക്കാരിനോട് ഞാൻ ചോദിക്കും. എനിക്ക് തോന്നുന്നു ഈ കാര്യത്തിൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ മാത്രം ശ്രദ്ധ വെച്ചിട്ട് അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മൾ വേറെ കാര്യങ്ങൾ പറയാം. അത് പിന്നെ പറയാൻ പല കാര്യങ്ങളുണ്ട്. ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇത്ര സമയം ലെഫ്റ്റിന്റെ എതിരെ നമ്മൾ ചിന്തിക്കാത്തത്? കാരണം നമുക്കറിയാം ശരിക്കുള്ള ടാർഗറ്റ് ഡൽഹിയാണ്, നരേന്ദ്രമോദി സർക്കാരാണ്, അവരുടെ വിശ്വാസങ്ങളാണ്, അവരുടെ ഐഡിയോളജിയാണ്. അത് ഞങ്ങൾ മറക്കില്ല. തിരുവനന്തപുരത്ത് 2 തവണ ഒരു സെക്കൻഡിൽ വന്നതാണ്. അതുകൊണ്ട് ഞാൻ അവരെ ഭയങ്കര സീരിയസ് ആയി എടുക്കുന്നുണ്ട്. ഇതൊരു വെല്ലുവിളി എന്റെ മാത്രമല്ല, എന്റെ പാർട്ടിയുടെ മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ ഭാരതത്തിന്റെ വെല്ലുവിളിയാണ്. ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങണമെന്ന് പറയുമ്പോൾ കേരളത്തിൽ എത്താത്ത മത്സരം ബിജെപിയും കോൺഗ്രസും തമ്മിലാണോ? അല്ല, എന്റെ പിന്നെ മണ്ഡലത്തിൽ 2 തവണ ഒരു സെക്കൻഡായി വന്നു അല്ലെ. അതുപോലെ തന്നെ 2-3 സ്ഥലത്തിൽ അവർ നല്ലോണം പണം ഇറക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി അടക്കമെന്ന് പ്രചരണം ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരെ സീരിയസ് ആയി എടുക്കണം. കേരളത്തിൽ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ എതിരാളികൾ നമ്മുടെ വേറെ ഭാഗത്ത് നമ്മളോട് സഹകരിക്കുന്ന ചില വിഷയങ്ങളിൽ സഹകരിക്കുന്ന എംപികളാണ്. അപ്പൊ അവിടെ മറ്റേ മണ്ഡലത്തിൽ ഉറപ്പമായിട്ട് അവരാണ് പിന്നെ എതിരാളികൾ. ഞാൻ തന്നെ സമ്മതിച്ചു. പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ ദേശീയ ചിത്രം നോക്കുകയാണെങ്കിൽ, ഭാരതത്തിന്റെ ഓരോ പിക്ചർ നോക്കുകയാണെങ്കിൽ ഒരു സംശയമില്ല, ഈ തെരഞ്ഞെടുപ്പിൽ LDF is not a factor. താങ്കളുടെ മുഖ്യ എതിരാളി ബിജെപി എന്റെ അല്ല, ഞാനിത് ത്രികോണ മത്സരമായിട്ടാണ് കാണുന്നത്. ഞാൻ 2 പേരും പറയാം. പനിയൻ രവീന്ദ്രനെ 15 വർഷമായി കാണുന്നു. അദ്ദേഹമായിരുന്നു സിറ്റിംഗ് MP ഞാൻ വന്നപ്പോൾ. അദ്ദേഹം എന്തുകൊണ്ട് മത്സരിച്ചില്ല എന്ന് അദ്ദേഹത്തോട് ചോദിക്കണം. പക്ഷെ അതിനുവേണ്ടി ഞാൻ ഈ പ്രസ് ക്ലബ് മുതൽ ക്രിക്കറ്റ് സ്റ്റേഡിയം വരെ അദ്ദേഹത്തെ കാണാറുണ്ട്, നമ്മൾ ചായ കുടിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. എനിക്ക് അദ്ദേഹത്തെ ഒരു എതിർപ്പില്ല. ഞാൻ അദ്ദേഹത്തെ ബഹുമാനത്തോടെ കാണണം. രാജീവ് ചന്ദ്രശേഖരൻ ഞാൻ ഇവിടെ സ്വാഗതം പറയുന്നത്. പക്ഷേ ജനങ്ങൾക്ക്, ജനാധിപത്യത്തിന്റെ അർത്ഥം ജനങ്ങൾക്കൊരു ചോയ്സ് ഉണ്ടാവും. അപ്പൊ ഈ ത്രികോണ മത്സരത്തിൽ ആരാണ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നത്, ആരാണ് അവരുടെ ശബ്ദം ഡൽഹിയിൽ കേൾപ്പിക്കാൻ പോകുന്നത്, ആരാണ് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രയോറിറ്റി കൊടുക്കാൻ പോകുന്നത്, ആരാണ് അവരുടെ വിശ്വാസങ്ങളും അവരുടെ മൂല്യങ്ങളുടെയും ഒരു പ്രതിനിധിയാവാൻ പോകുന്നത്, ഇതെല്ലാം ജനങ്ങളോട് ചിന്തിക്കണം. അത് ചിന്തിച്ച ശേഷം ഇപ്പൊ അങ്ങ് വിശ്വപൗരനാണ്, നയതന്ത്ര വിദഗ്ധനാണ്, മികച്ച പാർലമെന്റേറിയനാണ്. ഇപ്പോ 15 വർഷമായി തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ പ്രതികരിക്കുന്നതാണ്. ഇത് ഞങ്ങൾ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഇതേ അങ്ങ് തന്നെ AICC അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അങ്ങയുടെ അടുത്തിരിക്കുന്ന പാലോട് രവി പോലും അങ്ങേക്കൊപ്പം നിന്നില്ല. അതിലെന്താണ് ആ ഇരട്ടത്താപ്പ്? അത് എല്ലാവർക്കും ഈ കാര്യത്തിൽ സംഘടനത്തിന്റെ വിഷയത്തിൽ അവർക്ക് അവരുടെ അഭിപ്രായം ഉണ്ടാവാം. അതിലെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. പാർട്ടിയുടെ അകത്ത് നമ്മുടെ ജനാധിപത്യം ഇറക്കുമ്പോൾ പാർട്ടിയുടെ അകത്തുള്ള ചില വിചാരങ്ങളും ചില ചിന്തകളും ഉണ്ടാവും. അതിനൊരു പ്രശ്നമില്ല. എനിക്ക് ആകെ 1300 വോട്ട് മറ്റേ കിട്ടിയിട്ടുള്ളൂ, എനിക്കറിയാം. പക്ഷെ അത് വെച്ചിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഒരേ പാർട്ടി അംഗങ്ങളാണ്. അതാണ് പാർട്ടിയുടെ അകത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടത്തണം ഞാൻ ആവശ്യപ്പെട്ടത്. അത് പാർട്ടിയെ ഭിന്നിക്കാനല്ല, പാർട്ടിയുടെ പ്രാധാന്യം ജനങ്ങൾക്ക് മനസ്സിലാക്കാനും പാർട്ടിയുടെ അകത്തുള്ള ഒരു ചർച്ച നടത്താനും. അതിൽ ഞാനൊരു പരാജയം കൊടുത്തിട്ട് ജനങ്ങൾ നല്ലോണം ഈ വിഷയങ്ങളെ കുറിച്ച് ശ്രദ്ധ വെച്ചു, സംസാരം നടന്നു, ഒരു ചേണിങ് ഉണ്ടായിരുന്നു പാർട്ടിയുടെ അകത്ത്. അതെനിക്ക് വലിയൊരു ദുഃഖവും തോന്നുന്നില്ല. ഒരു കാര്യം കൂടെ, അങ്ങയുടെ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട റോഡാണ് കരമന കളിക്കുള്ള പാത. അത് 30 വർഷമായിട്ട് അതിന്റെ പണി തുടങ്ങി. പക്ഷെ അത് എങ്ങും വെക്കാതെ ഇപ്പൊ ഒരു 11 കിലോമീറ്റർ മാത്രമേ എത്തിയിട്ടുള്ളൂ. 30 വർഷമായിട്ട്. അങ്ങ് 15 വർഷം പ്രതികരിച്ച ആളാണ്. എന്താ കാര്യം പറഞ്ഞുതരാം. 2009 ഞാൻ ഈ ഹൈവേ ബൈപ്പാസിനെ കൊണ്ടുവന്നപ്പോൾ കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്തം മാറി. നാഷണൽ ഹൈവേ ആ കാലത്ത് 66 നാഷണൽ ഹൈവേ 66. ഇപ്പോൾ നമ്മളുടെ കിഴക്കൂട്ടം മുതൽ കാരോട് പോകുന്ന റോഡാണ് ഇപ്പൊ നാഷണൽ ഹൈവേ. മറ്റേ റോഡ് കരമന കളിക്കുള്ള റോഡ് ഇപ്പോൾ സ്റ്റേറ്റ് ഹൈവേ മാറുന്നു. സംസ്ഥാന സർക്കാരിന് ഇല്ല, MP-ക്ക് ഉത്തരവാദിത്തം ഇല്ല. MP-യുടെ ഉത്തരവാദിത്തം കേന്ദ്രത്തിലാണ്. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്ത് അയക്കുന്നത് കേന്ദ്രത്തിൽ ജോലി ചെയ്യാനും ഡൽഹിക്ക് പ്രവർത്തനം ചെയ്യാനാണ് നിങ്ങൾ അയക്കുന്നത്. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്തു. കരമന കളിക്കുള്ള ദയനീയ അവസ്ഥ കണ്ട ശേഷം ഞാൻ മന്ത്രി ഗഡ്കറി കണ്ടിട്ട് ഞാൻ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു, എനിക്കറിയാതെ നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല, പക്ഷെ നിങ്ങൾ എന്തായാലും റോഡുകൾ നന്നാക്കുന്ന ഒരു സ്ഥിതിയിൽ നമ്മുടെ മണ്ഡലത്തിലെ ഹൈവേ പൂർത്തിയാക്കുന്ന സമയത്ത് മുമ്പുണ്ടായിരുന്ന ഹൈവേന് ഈ സ്ഥിതി വിളങ്ങുന്ന ഒരു 1-time ഗ്രാന്റുകൾ കൊടുക്കും. അത് 23 കോടി വാങ്ങി കൊടുത്തതിന് 1.5 വർഷം മുമ്പ് അതിന്റെ തെളിവൊക്കെ ഉണ്ട്. അത് ഞാനാണ് കൊണ്ടുവന്ന. കാരണം ശ്രീ ഗഡ്കരിയുടെ അനൗൺസ്മെന്റ് എനിക്കൊരു മറുപടി ആയിട്ടാണ്, എനിക്കൊരു എഴുത്തായിട്ടാണ് അദ്ദേഹം പ്രഖ്യാപിച്ച്
എന്നിട്ട് അദ്ദേഹം പറഞ്ഞു സംസ്ഥാന സർക്കാരിനോട് ഞാൻ പറയുന്നു ഇനി ഒരു ചോദിക്കരുത് ഇതിൽ ഉത്തരവാദിത്തമാണ് കേസിൽ ഒരു ബന്ധമില്ല. അതാണ് സത്യം. നിങ്ങൾ എല്ലാവരും കൂടി ഒരിക്കൽ സംസാരിക്കും. താങ്കൾ ഒരിക്കലും താങ്കളൊന്നും അതിനെ നിർത്താം. ഇടയ്ക്ക് കണ്ടപ്പോൾ താങ്കൾ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് ഇനി മത്സരിക്കുകയാണെങ്കിൽ ഇത് അവസാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മത്സരമായിരിക്കും. അത് ആ നിലപാടിൽ തന്നെ നിൽക്കണോ? നോക്ക്, ഞാൻ ഒരേ ഇന്റർവ്യൂ എന്താ പറഞ്ഞത്, രാഷ്ട്രീയത്തിൽ ചൊല്ലുന്ന വ്യവസ്ഥയുണ്ടല്ലോ. അപ്പൊ ഞാൻ എന്റെ ഉദ്ദേശമാണ് സമയം വരുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാർക്ക് വിട്ടുകൊടുക്കണം, അതാണ് എന്റെ ഉദ്ദേശം. പക്ഷെ ഞാൻ എന്തായാലും ആത്മാർത്ഥതയോടെ ഈ ടേമിൽ ഞാൻ പ്രവർത്തിക്കും. അത് നമുക്ക് നോക്കാം. ജനങ്ങളുടെ ആവശ്യങ്ങളും ഈ നാടിന്റെ ആവശ്യങ്ങളും മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ സാധിക്കും. ഒരു പക്ഷേ പിന്നെ ഈ കാര്യത്തിൽ നമുക്ക് പിന്നെ പ്രവർത്തിച്ച ശേഷം ഒരു തീരുമാനം എടുക്കാം. ആദ്യം ഈ ഇലക്ഷൻ ജയിക്കട്ടെ, ജനങ്ങൾ തീരുമാനിക്കട്ടെ ഞാൻ ഇവിടെ അവരുടെ പ്രതിനിധിയായിരിക്കണം. 2009 അങ്ങ് വരുന്ന സമയത്തും ഈ തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ച് പറഞ്ഞിരുന്നു, സിറ്റി പറഞ്ഞിരുന്നു. 2024 മത്സരിക്കുമ്പോഴും പൂർത്തിയാക്കേണ്ട പദ്ധതികൾ എന്നാണ് അങ്ങയുടെ വികസന കാരണം വായിച്ചു നോക്കൂ. എന്താ കാരണം എന്ന് പറഞ്ഞുതരാം. ഈ വിഷയത്തിൽ അപ്പൊ അങ്ങനെ നടത്തിയ വികസന പ്രവർത്തനം അങ്ങ് പറഞ്ഞതുപോലെ ബാഴ്സലോണ സിറ്റി ആക്കാൻ അങ്ങനെ സാധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അല്ല, ഈ ഹൈക്കോടതി ബെഞ്ചിന്റെ വിഷയം ഞാൻ ഡീറ്റെയിൽ എഴുതിയില്ല. എന്താ സംഭവിച്ചത് നിങ്ങൾക്ക് അറിയണം. ഞാൻ കാത്തിരിക്കാനും BJP സ്ഥാനാർത്ഥി ഇതവർ പ്രഖ്യാപിക്കുമെന്ന്. കാരണം ശ്രീ O. രാജഗോപാൽ നാണക്കേടില്ലാതെ പ്രഖ്യാപിച്ച ഹൈക്കോടതി ബെഞ്ച് കൊണ്ടുവരുന്നു. അദ്ദേഹം മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഓഫ് ലോ ആയിരിക്കും കൂടി ചെയ്യാൻ സാധിക്കാത്തൊരു കാര്യമാണ്. കാരണം എന്താണ്, നമ്മളുടെ ഭരണഘടന പ്രകാരവും അതിന്റെ ഇന്റർപ്രിട്ടേഷൻ വന്ന ശേഷം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് അനുവാദമില്ലാതെ ബെഞ്ച് സ്ഥാപിക്കാൻ സാധിക്കില്ല. അത് സെറ്റിൽഡ് ജൂറിസ്പ്രുഡൻസായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഓരോരോ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ കണ്ട് സംസാരിച്ചപ്പോൾ അവരെല്ലാവരും പറഞ്ഞു, നിങ്ങളൊരു വ്യക്തിയോട് മാത്രമല്ല സംസാരിക്കുന്നത്, ഞങ്ങൾക്ക് മറ്റേ ജസ്റ്റിസുമാരുടെ ഒപ്പീനിയൻ, അഭിപ്രായങ്ങൾ അറിഞ്ഞിട്ട് ഞങ്ങൾക്ക് തീരുമാനം എടുക്കാൻ അവകാശമുണ്ട്. അങ്ങനെയായിട്ട് 3 ചീഫ് ജസ്റ്റിസുമാര് അവർക്ക് മറ്റേ ജസ്റ്റിസിന്റെ ഓക്കെ കിട്ടിയില്ല. ജസ്റ്റിസ് ചെലമേശ്വർ പ്രത്യേകിച്ച് എന്നോട് പറഞ്ഞത് അതാണ് സംഭവിച്ചത്. അത് കണ്ടപ്പോൾ ഞാൻ ആ കാലത്തുണ്ടായിരുന്ന ചീഫ് ജസ്റ്റിസ് മഞ്ജുല ചെല്ലൂരിനെ കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾ മിനിമം ആയിട്ട് ഇങ്ങനെ ഒരു കമ്മിറ്റി എങ്ങനെ സ്ഥാപിച്ചിട്ട് മറ്റേ ജഡ്ജിമാരോട് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറയുമെന്ന് പറഞ്ഞപ്പോൾ അവരൊരു കമ്മിറ്റി സ്ഥാപിച്ചു. 3 ജഡ്ജിന്റെ കമ്മിറ്റി. ആ കമ്മിറ്റി ആകെ 2-3 തവണ കൂടിയിരുന്നു. അവര് ഇടയിൽ അഭിപ്രായ വ്യത്യാസമായി. കാരണം അവര് ചീഫ് ജസ്റ്റിസ് റിട്ടയർ ചെയ്യുന്ന മുമ്പ് ഒരു അഭിപ്രായം കൊടുത്തില്ല. അതിന്റെ അർത്ഥം നമ്മൾ ഇന്ന് വരെ നിൽക്കുന്ന സ്ഥിതി ഇതന്നെയാണ്. എനിക്ക് ലോ മന്ത്രിമാരെ അറിയാലോ, ലോ മന്ത്രിമാരോട് സംസാരിക്കാൻ സാധിക്കാത്ത കാരണമല്ല. ഇപ്പോഴത്തെ നിലവിലുള്ള ജൂറിസ്പ്രുഡൻസ് പ്രകാരം ഒരു ചീഫ് ജസ്റ്റിസിന്റെ അനുവാദമില്ലാതെ ഹൈക്കോടതി ബെഞ്ച് സ്ഥാപിക്കില്ല. ആ ചീഫ് ജസ്റ്റിസ് അനുവാദം കിട്ടാൻ മറ്റേ ഹൈക്കോടതി ജസ്റ്റിസുമാര് സമ്മതിക്കണം. അതാണ് നമ്മൾ മനസ്സിലാക്കുന്ന നിയമം. അപ്പോൾ ഒരു മിനിറ്റ്, അപ്പൊ ഞാൻ ഒരു അവസാനത്ത് വേറൊരു തന്ത്രം ഞാൻ ശ്രമിച്ചു. ഒരിക്കലല്ല 2 പ്രാവശ്യം. എന്റെ 2ാമത്തെ ടേമിൽ ശ്രമിച്ചു, 3ാമത്തെ ടേമിൽ ശ്രമിച്ചു. എന്തായിരുന്നു, ഞാൻ ഒരു പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് കൊണ്ടുവന്നു. ഏത് തലസ്ഥാനത്തിലും ബെഞ്ച് ഇല്ലെങ്കിൽ ആ തലസ്ഥാനത്തിൽ ബെഞ്ച് ബൈ ലോ, അതിന് ജസ്റ്റിസുമാരുടെ അഭിപ്രായം വേണ്ട, ബൈ ലോ ഒരു ബെഞ്ച് കൊണ്ടുവരുന്നു പറഞ്ഞിട്ട് അതിനെ ഞാൻ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന പിന്നെ ലോ മന്ത്രിക്ക് കാണിച്ചു. ഈ തവണ എന്താണ് ശ്രീ രവിശങ്കർ പ്രസാദ് കണ്ട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, BJP നിങ്ങൾക്ക് ഈ വിഷയത്തിൽ പിന്തുണ തരില്ല. ഞാൻ കാത്തിരിക്കുകയാണ് BJP വീണ്ടും ഈ വാഗ്ദാനം ഇറക്കുമോന്ന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ട് ആവശ്യം നിങ്ങൾ ചോദിച്ചാലും പോയി പറയുന്നു. അപ്പൊ ഇതില് ലോ പാസ്സാക്കാൻ ഈ BJP സർക്കാർ സഹായിക്കില്ല. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ അഭിപ്രായം കിട്ടാൻ മറ്റേ ജഡ്ജിമാർ സഹകരിക്കുന്നില്ല. അത് ഏത് MP വന്നാലോ നരേന്ദ്രമോദി ആവശ്യപ്പെട്ടാലോ ഈ 2 മാർഗമേ ഉള്ളൂ. ഒന്നുമല്ലെങ്കിൽ നമ്മൾ ജഡ്ജിമാരുടെ അനുവാദം കിട്ടണം. നിങ്ങൾക്കറിയാമല്ലോ, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്ത് ക്യാബിനറ്റ് റെസൊല്യൂഷൻ പാസ്സാക്കി, നമ്മുടെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താൻ തയ്യാറായി. ഒരേ സമയത്ത് നിയമസഭയിൽ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി. അഥവാ ചീഫ് ജസ്റ്റിസ് ഓക്കെ പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്ക് ഉമ്മൻചാണ്ടി ഭരണ സമയത്ത് തന്നെ ഞാൻ MP ആയിട്ട് ഹൈക്കോടതി ബെഞ്ച് കൊണ്ടുവന്നിട്ടുണ്ടാവും. അതൊന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ലീഗൽ റൂട്ട് ട്രൈ ചെയ്തപ്പോൾ ലോ മിനിസ്റ്റർ, ആ കാലത്തെ ലോ മിനിസ്റ്റർ പറഞ്ഞു സഹായിക്കില്ല. ഇനി വീണ്ടും നമ്മളുടെ ഭരണം വന്നാൽ ഈ കോൺഗ്രസ് ലോ മന്ത്രി വരാൻ പോണാതെ ഞാൻ കാണും ഈ വിഷയത്തിൽ. അത് ഞാൻ ചെയ്യാൻ കാരണം. പക്ഷേ ഏത് MP ക്കും ഈ 2 കാര്യങ്ങളെ, ഈ 2 മാർഗം നോക്കി വേറൊരു മാർഗമില്ല. നിങ്ങൾ നേരിട്ട് 15